നമസ്കാരം, ചന്ദ്രലാബിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ASMന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അടുത്ത വേറൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത് ജൂലൈയിൽ തന്നെ നടന്ന ഒരു എക്സാം ആണ്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുള്ള എക്സാം ആണ്. അതായത് നമ്മുടെ ഫയർമാൻ ഫയർ വുമൺ എക്സാം ആണ് കേട്ടോ. അപ്പൊ അതിന്റെ പ്രൊഫഷണൽ ആൻസർ കീം വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് ഒന്ന് ജസ്റ്റ് പറയുകയാണ്. അപ്പൊ ഒരുവിധം പേര് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ASMന് ആയതുകൊണ്ട് ASMന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് ആയതുകൊണ്ട് നമ്മൾ ഇതുകൂടെ ഡിസ്കസ് ചെയ്ത് പോവാണ്. അപ്പൊ കഴിഞ്ഞ തവണയും നമ്മളൊരു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അത് കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇനി ASM വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ആൻസർ മാത്രമേ പറയുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. മാത്സും ഒക്കെ ഞാൻ ജസ്റ്റ് ആൻസർ പറയുന്നതേ ഉള്ളൂ. മാത്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അത് പ്രത്യേകം ചെയ്യാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസറും നോക്കി നോക്കി പോവാണ് കേട്ടോ. ഒത്തിരി പേര് കണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും, എങ്കിൽ കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ്, രാജ കേശവദാസൻ എന്നാണ് കേട്ടോ. അടുത്തത്, 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം ഫാസി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. റാം മോഹൻ റോയി എന്നാണ് കേട്ടോ, റാം മോഹൻ റോയി. അടുത്ത ചോദ്യം, ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് സൻ യാത് സെൻ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. അടുത്തത്, 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി, അത് ഇതിലാണേ, അതൊരു കോട്ടാണ് എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്നുള്ള കോട്ട് പറഞ്ഞത് ആര്? പറഞ്ഞ ഗവർണർ ജനറൽ ആരെന്നാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡൽഹൌസി പ്രഭു ആണ്. ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അടുത്തത്, നാറ്റോ ഒരു സൈനിക സഖ്യം നമുക്കറിയാം. നാറ്റോയുടെ സഖ്യത്തില് അവസാനമായി അംഗത്വം എടുത്ത രാജ്യത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. സ്വീഡൻ ആണ് കേട്ടോ. അടുത്ത, മൗസൻ ഡ്രാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ മഴ നന്നായി ലഭിക്കുന്നത് കൊണ്ട്, ബംഗാൾ ഉൾക്കടലിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചക്രവാത ചുഴി, ഖാസി കുന്നുകളുടെ സാന്നിധ്യം, മിതോഷ്ണ മേഖലാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് ഖാസി കുന്നുകളുടെ സാന്നിധ്യമാണ് കേട്ടോ. അടുത്ത, തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങൾ ശരിയായിട്ടുള്ളവ ഏതെന്നാണ് കേട്ടോ. എട്ടാമത്തിന്റെ ഉത്തരം ഡി ആണ്, അതായത് എല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. എല്ലാം എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതാനാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൂരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് കേട്ടോ. അപ്പൊ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ദൂരം കൂടിയത് തൊട്ട് കുറഞ്ഞതിലേക്കാണ് പോകുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10ന്റെ ഉത്തരം ഡി ആണ്, 2ഉം 4ഉം ആണ് കേട്ടോ. അടുത്ത്, ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൈട്രജൻ ആണ്. അടുത്ത്, ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12ന്റെ ഉത്തരം എല്ലാം ശരിയാണ് കേട്ടോ. അതായത് 1, 2, 3, 4 എല്ലാം ശരിയാണ്. 1, 2, 3, 4 എല്ലാം ശരിയാണ്. അപ്പൊ എന്താണ്? റീസി ജില്ലയിലെ വാക്കൽ ഗൗരി സ്റ്റേഷനിൽ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതിയാണ് റെയിൽവേ പാലമാണ്. ബാരാമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. അപ്പൊ അതെല്ലാം ശരിയാണ്. അടുത്ത്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എം വിശ്വേശ്വരയ്യയാണ് കേട്ടോ. പ്രതിശീർഷ വരുമാനം എന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 14ന്റെ ഉത്തരം ദേശീയ വരുമാനം ആകെ ജനസംഖ്യ. ഓക്കെ, ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതി, അതായത്
ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർചാർജ് ആണ് കേട്ടോ. അടുത്ത സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അടുത്ത ഒരു ശരിയായത് ഏതെന്നാണ് കമ്മിറ്റിയും അതിൻ്റെതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ളത് എന്താണ്? എല്ലാം ശരിയാണ് കേട്ടോ. പാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട, ശിവരാമൻ നബാർഡ്, രാഹുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ്. അടുത്ത യോഗക്ഷേമം വഹാമ്യഹം, യുവർ വെൽഫെയർ ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. LICയുടെ ആണ് കേട്ടോ. LICയുടെ ആണ്. അടുത്ത ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 19ന്റെ ഉത്തരം B ആണ് കേട്ടോ. 1, 2, 3, 4. തൊഴിൽ കരം അടയ്ക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ കൊണ്ട് അപകടമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. 20ന്റെ ഉത്തരം D ആണ്. 1 എന്ന് പറയുന്നത് C വരും. 27ാം വകുപ്പ് C വരും. 2 D ആണ്. 18ാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്നു. 3 A ആണ്. 13 എന്ന് പറയുന്നത് കോടതിയുടെ പുനരവലോകന അധികാരമാണ്. 4 എന്ന് പറയുന്നത് ഹൈക്കോടതിക്ക് 226 ആണ്. 226 ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ്. ഓക്കെ, അടുത്ത 21ാമത് ചോദ്യം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ 21ന്റെ ആൻസർ വരുന്നത് A ആണ്. 3 ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 22ന്റെ ഉത്തരം C ആണ്. ABCD എല്ലാം വരുന്നുണ്ട്. ശരിയായ പ്രസ്താവന എല്ലാം വരുന്നുണ്ട് കേട്ടോ. അടുത്തും ചേരുംപടി ചേർക്കാനാണ്. വകുപ്പുകളും കമ്മീഷനുകളുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് A ആണ്. 23ന്റെ ഉത്തരം A ആണ്. 1 എന്ന് പറയുന്നത് ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280 ആണ്. 2 ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 324 ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG എന്ന് പറയുന്നത് വകുപ്പ് 148 ആണ്. അടുത്ത അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് വകുപ്പ് 76 ആണ്. അടുത്ത് വീണ്ടും തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 3ാമത്തെയാണ് തെറ്റായത്. അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട്. അടുത്ത പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25ന്റെ ഉത്തരം B ആണ്. അതായത് 3. മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല. അടുത്ത ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 26 C ആണ് കേട്ടോ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കുറയ്ക്കാൻ കുറിപ്പടി ഇല്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നതാണ്. ഓക്കെ, അടുത്ത് നീതിന്യായ വ്യവസ്ഥയുമായി കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 27 എല്ലാം ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. എല്ലാം എന്ന് പറയുമ്പോൾ A വരും. അടുത്ത് PSC കമ്മീഷന് ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. 28 C ആണ് കേട്ടോ. സിറിയക് തോമസ്. അടുത്ത FPTP ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന താഴെ പറയുന്നതിൽ ആരെ തെരഞ്ഞെടുക്കുവാനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ, അതായത് MLA. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. അതാണ് തെറ്റായ പ്രസ്താവന. അപ്പൊ അടുത്ത ചോദ്യം, കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന വരുന്നത് 30 വരുന്നത് B ആണ് ആൻസർ, അതായത് 1. അടുത്ത പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തവ ഏത് എന്നാണ്. 31ന്റെ ഉത്തരം D 4 ആണ്. വിദ്യാർത്ഥികൾക്ക് 3 നേരം ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. അടുത്ത മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ പാർക്കിൻസൺസ്. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീന്റെ പേരെന്ന് ചോദിച്ചാൽ എറിത്രോപോയിറ്റിൻ ആണ്. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 34 ആണ് കേട്ടോ.
ടൈഫോയിഡ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണെന്ന് ചോദിച്ചാല് അഗ്ലൂട്ടിനേഷൻ ആണ്. അടുത്തത് ഓപ്പറേഷൻ അമൃത് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയണം. നേരത്തെ കണ്ടിരുന്നു ആ ക്വസ്റ്റ്യൻ. അടുത്ത 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 37 കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം, പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരുത്വാകർഷണ ബലമാണ്. കിലോ വാട്ട് അവർ എന്നത് ഭൗതിക അളവിന്റെ ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണെന്നാണ് കിലോ വാട്ട് അവർ. സി. സാധാരണ തിരിച്ചാണ് ചോദിക്കുന്നത്. ഊർജം ഏതിന്റെ ആണെന്ന് ചോദിക്കുമ്പോ അതെന്താണ്, ഇപ്പൊ തിരിച്ചാണ് ചോദിക്കുന്നത്. ഊർജം എന്താണ്? കിലോ വാട്ട് അവർ ആണ് ഊർജം. അടുത്ത, ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേരാണ് സ്പാഡക്സ് മിഷൻ. ഓക്കെ. റൂദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏതായിരുന്നു എന്ന് ചോദിച്ചാല് സ്വർണ്ണ തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു എന്നുള്ളതാണ് കേട്ടോ. അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം എന്താണെന്ന് ചോദിച്ചാല് അൺബൈനിലിയമാണ്. താഴെ തന്നിരിക്കുന്നതിൽ അർദ്ധലോഹങ്ങൾ അല്ലെങ്കിൽ ഉപലോഹം അല്ലാത്തവ ഏതെന്ന് ചോദിച്ചത് 44 മഗ്നീഷ്യമാണ്. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. എന്നാണ് ജാൻ ടെല്ലർ മെറ്റൽ. അടുത്ത ശരിയായാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. 46 സി ആണ്. അതായത് 1ഉം 2ഉം ശരിയാണ്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഏതെന്ന് ചോദിച്ചാല് ഗായത്രി സ്പിവാക് ആണ്. അടുത്ത ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഉദണ്ഡ ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഉത്തരം ബി ആണ്. പ്രസ്താവന 1 തെറ്റാണ്, പക്ഷേ 2 ശരിയാണ്. ഓക്കെ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. 49ന്റെ ഉത്തരം എ ആണ്. 1 ശരിയാണ്, 2 തെറ്റാണ്. ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യത്തെ ക്യാപ്റ്റനാണ്. തന്റെ കരിയറിൽ 200 ടെസ്റ്റ് മാച്ച് കളിച്ച ആദ്യ ഇന്ത്യൻ താരം. അതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അടുത്ത കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. 50ന്റെ ഉത്തരം സി ആണ്. അതായത് 1ഉം 2ഉം ശരിയാണ് കേട്ടോ. അടുത്ത 51 തൊട്ട് മാത്സ് ആണ്, പക്ഷെ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞു പോവാണ്. 51 സി ആണ്. 52 എ ആണ്. അടുത്ത 53 വരുന്നതും സി ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 54 വരുന്നത് ബി ആണ്. 55 വരുന്നത് സി. 56 വരുന്നത് ബി ആണ്. അടുത്ത 57 എ ആണ് ഉത്തരം വരുന്നത്. അടുത്ത 59ന്റെ ഉത്തരം വരുന്നത് ഡി. അടുത്ത 60 ബ്ലഡ് റിലേഷൻ ആണ്. ഉത്തരം മകൻ എന്നാണ് എ. താഴെ പറയുന്നതിൽ അഗ്നിശമനി അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്യൂഷർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാസ് എ അതാണ് ഉത്തരം. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചാൽ ഈഥൈൽ മെർക്കാപ്റ്റൻ. ഇതാണ് ഈഥൈൽ മെർക്കാപ്റ്റൻ ആണ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്നാണ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏതുതരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. 64 ക്ലാസ് ഡി ഫയർ ആണ്. ക്ലാസ് ഡി ഫയർ. അടുത്ത താഴെ പറയുന്നതിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏതാണ്? ഇത് ഫയർമാൻ ഫയർ വുമൺ ആയതുകൊണ്ടാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ അത്യാവശ്യം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് അധികമായിട്ട് വരുന്നത്. അവരുടെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ആണ്. 65ന്റെ ഉത്തരം സി ആണ് കേട്ടോ. അടുത്ത 66ന്റെ ഉത്തരവും സി ആണ്. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതെന്ന് ചോദിച്ചാല് ബോയിൽസ് നിയമമാണ്.
ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. താഴെ പറയുന്നതിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാല് ഡി ആണ്. ഇതൊന്നും നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാല് ഫെഡറിക് എസ്മാർക്ക് ആണ്. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരാണ്. ഇപ്പം അടുത്ത 71ന്റെ ഉത്തരം ബി ആണ് കേട്ടോ. CPR എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ ആണ്. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷയാണ് എന്ത്? ടൂർണിക്കൈ. എ ആണ് ഓപ്ഷൻ. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത് ബി. ഇതൊന്നും സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നതുകൊണ്ടാണ് കേട്ടോ. എങ്കിലും നിങ്ങൾ ഇത് നോർമൽ ആയിട്ടുള്ള GK-യിൽ വരുന്നതുകൊണ്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 70%. AED ഏതവസ്ഥയിലാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹൃദയാഘാതം. ABC എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. സ്പ്ലിന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അസ്ഥിഭംഗം. വിവര സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യയില് 2000 ആണ്. അടുത്ത ഒരു സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേരെന്തെന്ന് ചോദിച്ചാല് ബ്ലാക്ക് ഹാറ്റ് ഹാക്കറാണ്. ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത്, മലയാളമാണ്. 81 ബി ആണ്. കുതിര എന്ന അർത്ഥം വരാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് സി. ചുവപ്പ് എന്നതിന് സമാന പദമാണ് ചോദിച്ചിരിക്കുന്നത് എ. താമസം എന്നതിന്റെ നാനാർത്ഥങ്ങളാണ് 84ന്റെ ഉത്തരം പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. അടുത്ത എതിർലിംഗം എഴുതാനാണ് വിധവ, വിതുരൻ. അടുത്ത് അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാട്ടുകോഴിക്കുണ്ടോ? മകരസംക്രാന്തി. അടുത്ത് കാപ്പുകെട്ടുക എന്ന് പറഞ്ഞാല് ഒരുങ്ങുക. പിരിച്ചെഴുതുക എന്നാണ്. 88 വെണ്മയെ പിരിച്ചെഴുതണം. വെൾ പ്ലസ് മായാണ്. ഒറ്റപ്പദം എഴുതുക സി. സുകരം, എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഇത് പിന്നെ എന്താണ്? വാക്യം കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. 90 എ ആണ്. 2, 7 ഇതാണ് ഒന്നാമത്തത്. അതായത് ഇങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് മുങ്ങിയിരിക്കുവാൻ ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുകയുള്ളൂ. കറക്റ്റ് ആയിട്ട് ഒരു സെന്റൻസ് ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഞാൻ ജസ്റ്റ് ആൻസർ പറഞ്ഞു പോവുകയാണ് ഓരോന്നിന്റെ, നിങ്ങൾ നോക്കിയാൽ മതി. 91ന്റെ ഉത്തരം ബി ആണ്. 92 ഉത്തരം ഡി ആണ്. 93 ഡിപ്പോസിഷൻ, അത് ഉത്തരം സി ആണ്. അടുത്ത ക്വസ്റ്റ്യന്റെ ആളാണ്. 94ന്റെ ഉത്തരം എ ആണ്. 96 ഉത്തരം ഡി. 97ന്റെ ഉത്തരം ബി ആണ് വരുന്നത്. 98ന്റെ ഉത്തരം ഡി ആണ്. അടുത്ത 99 സി. 100 ഉത്തരം ബി ആണ് കേട്ടോ. അപ്പൊ ഇതിൽ കുറച്ചൊക്കെ എന്താണ് ഫയർമാന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഫയർമാന്റെ ക്വസ്റ്റ്യൻ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ടോപ്പിക്കാണ് കൂടുതൽ ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്ക് മാത്രം എടുത്ത് കാണുക. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ളൂ. ASMന് വേണ്ടിയിട്ടാണ്. അപ്പൊ ASMന് ഇപ്പോ നമുക്ക് 2-ാം തീയതിയും ഓഗസ്റ്റ് 2-ാം തീയതി 9-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. 2021 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണാൻ പോസ് ചെയ്തേക്ക് നിങ്ങൾക്ക് അത് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.